തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റ LDFന് കനത്ത തിരിച്ചടി നൽകി ഇപ്പോൾ LDF MLA അയോഗ്യനാകുവാൻ പോവുകയാണ്. മുൻമന്ത്രിയും MLAയുമായ ആന്റണി രാജുവാണ് അയോഗ്യനാകുന്നത്. 2.5 വർഷക്കാലം രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന ആന്റണി രാജു തൊണ്ടിമുതൽ കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതോടെയാണ് തലസ്ഥാനത്തെ MLA അയോഗ്യനാകുന്നത്. ഇതോടെ LDF MLAമാരുടെ എണ്ണം 95ലേക്ക് കുറയുകയാണ്. ആന്റണി രാജുവിനെ കോടതി ശിക്ഷിക്കുന്നത് LDFന് വലിയ തിരിച്ചടിയാണ്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് MLA കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. നേരത്തെ ആദ്യം കേസ് അന്വേഷണം വഴിമുട്ടിയെങ്കിലും പിന്നീട് കേരള പോലീസിന് ഇന്റർപോൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് അന്വേഷണം വീണ്ടും തുടങ്ങിയത്. ആന്റണി രാജു തെളിവ് നശിപ്പിച്ചത് വഴി രക്ഷപ്പെട്ട വിദേശ പൗരൻ പിന്നീട് ഓസ്ട്രേലിയയിൽ കൊലക്കേസിലും പ്രതിയായിരുന്നു. അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് കടത്തി പിടിയിലായ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ സാർവലിയെ ആന്റണി രാജുവും കോടതി ക്ലർക്കും ചേർന്ന് രക്ഷിച്ച കേസിലെ അട്ടിമറിയാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചർച്ചയാകുന്നതും ആന്റണി രാജു ശിക്ഷിക്കപ്പെടുന്നതെന്നും കാണാൻ സാധിക്കുന്നു. ആന്റണി രാജുവിനെ പ്രതിയാക്കിയുള്ള കേസ് ആദ്യം കേരള പോലീസ് അട്ടിമറിച്ചിരുന്നു. തെളിവുണ്ടായിട്ടും അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയ കേസിന് ജീവൻ വെക്കാൻ കാരണം പിന്നീട് വന്ന ഇന്റർപോൾ റിപ്പോർട്ടാണ്. അന്നത്തെ ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജുവും കോടതി ക്ലർക്ക് ജോസും തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയതോടെയാണ് ഹൈക്കോടതി ആൻഡ്രൂവിനെ വെറുതെ വിട്ടത്. 1991 ഇന്ത്യ വിട്ട ആൻഡ്രൂ ഓസ്ട്രേലിയയിൽ എത്തിയതിന് പിന്നാലെ ഒരു കൊലക്കേസിൽ പ്രതിയായി. ഷെക്കറി ബെല്ല എന്നയാളെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ആൻഡ്രൂ കൂട്ടുപ്രതി വെസ്ലി ജോണിനോട് ജയിലിൽ കിടക്കുമ്പോൾ കേരളത്തിലെ കേസിൽ രക്ഷപ്പെട്ട വിവരം പറഞ്ഞതോടെയാണ് ആന്റണി രാജുവിന്റെ തലവര മാറുന്നത്. കോടതി ക്ലർക്കിന് കൈക്കൂലി നൽകി തൊണ്ടിമുതൽ മാറ്റി രക്ഷപ്പെട്ടെന്നാണ് തുറന്നു പറച്ചിൽ നടത്തിയത്. വെസ്ലി ഇക്കാര്യം മെൽബൺ പോലീസിനോട് പറഞ്ഞു. മെൽബൺ പോലീസ് ഇന്റർപോൾ വഴി ആൻഡ്രൂ രക്ഷപ്പെട്ട കാര്യം കേരള പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. 1996 ജനുവരിയിലായിരുന്നു ഇത്. പക്ഷേ അന്ന് ഇടത് സർക്കാർ ഭരണകാലത്ത് ഈ റിപ്പോർട്ട് ഏറെക്കാലം പോലീസ് ആസ്ഥാനത്ത് പൂഴ്ത്തിവെച്ചു. പിന്നീട് സർക്കാർ മാറിയതോടെ ദക്ഷിണ മേഖല IG TP സെൻകുമാറാണ് ഇന്റർപോൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ടിമുതൽ നശിപ്പിച്ച കേസ് വീണ്ടും അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത്. ഈ അന്വേഷണത്തിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ തൊണ്ടിമുതലായ അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി മറ്റൊരു നൂലുകൊണ്ട് തുന്നിയതായും കണ്ടെത്തിയിരുന്നു. തൊണ്ടിമുതൽ നശിപ്പിച്ചതിന് ആന്റണി രാജുവിനെയും കോടതി ക്ലർക്ക് ജോസിനെയും പ്രതിയാക്കി കുറ്റപത്രം നൽകി. ഇന്റർപോൾ വരെ റിപ്പോർട്ട് ചെയ്ത അപൂർവമായ കേസാണിത്. ഈ കേസാണ് വിചാരണ പോലും പൂർത്തിയാക്കാനാകാതെ ഇഴഞ്ഞു നീങ്ങിയത്. ഇതിന് പിന്നാലെ ഇന്റർപോൾ റിപ്പോർട്ട് ശക്തമായി നീതിന്യായ കോടതിയിൽ ഉയർന്നതോടെയാണ് മുൻമന്ത്രി കുരുക്കൽപ്പെട്ടത്. അന്നത്തെ കേസിൽ വിദേശ പൗരൻ ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ പിന്നീട് ഒരു കൊലപാതകം കൂടി നടക്കില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ കൊലക്കേസിന് കൂടി അറിഞ്ഞോ അറിയാതെയോ MLA കുറ്റക്കാരനാവുകയായിരുന്നു. നേരത്തെ തൊണ്ടിമുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജു കുടുങ്ങുമെന്ന് ഉറപ്പായതോടെയാണ് പിണറായി വിജയൻ MLAയെ ഉപേക്ഷിച്ചത്. കേസ് ഗുരുതരമെന്ന സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതോടെ ആന്റണി രാജുവിന് മുന്നിൽ വഴികൾ അടയുകയായിരുന്നു. അങ്ങനെ 34 വർഷത്തെ ഒളിച്ചുകളിക്കൊടുവിൽ മുൻമന്ത്രിയും MLAയും ഇപ്പോൾ രാജിക്കരികിൽ നിൽക്കുകയാണ്.